ഉമേ, നീ ജീൻസ് മിച്ചിട്ടാണോ പെണ്ണേ എൻ്റെ കൂടെ വരാൻ പോകുന്നേ? എടി പൊട്ടിക്കളി, നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ എൻ്റെ നാട് ഒരു തനി നാട്ടിൻപുറമാണെന്ന്. അവിടെ നിന്റെ ഈ നിക്കറ് പോലുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട് ചെന്നാൽ അവരൊക്കെ ഓരോന്ന് പറയും. പിന്നെ ഇത് പോട്ടെന്ന് വെക്കാം. പക്ഷേ ഏട്ടനെ കുറിച്ച് അറിയാലോ, പുള്ളിക്ക് ഈ മോഡേൺ പിള്ളേരെ കണ്ണെടുത്ത കണ്ടൂടാ. പുള്ളി ഭയങ്കര നൊസ്റ്റാൾജിയ ഭ്രാന്തനാ. ഇങ്ങനെ മോഡേൺ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് ഈ വെക്കേഷൻ എൻ്റെ കൂടെ ചിലവഴിക്കാൻ വരുന്നതാണെങ്കിൽ അങ്ങോട്ട് ചെന്ന പറമ്പിൽ ഉണക്കമടൽ കൊണ്ടടിച്ച് തോല് പൊടിക്കും എൻ്റെ ഏട്ടൻ. എടി മാളു, ഞാൻ നീ തന്ന പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട് നോക്കി, എനിക്കെന്തോ പോലെ. എന്നാ പിന്നെ നമുക്ക് കയറി ധാവണിയിൽ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ ആ ചുരിദാറിട്ടോ. പക്ഷേ ഈ സാധനം വേണ്ട. ഇതിൻ്റെ വള്ളിയും പുള്ളിയും ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ. നിനക്ക് പ്രശ്നമാണെങ്കിലേ നീ നേരെ നിന്റെ ഡാഡിയുടെയും മമ്മിയുടെ അടുത്തേക്ക് വിട്ടോ. അവിടെ പോയിട്ട് എന്തിനാ ഒരു പുതുമ വേണ്ട മാളൂ? എപ്പോഴും ഒഴിവ് കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാലും തിരക്ക്, വണ്ടി, പുക, വീട്ടിലെ വെസ്റ്റേൺ ഫുഡും. അല്ല, ഇതൊക്കെ നിനക്ക് ഇഷ്ടമല്ലേ ഫുഡൊക്കെ? പക്ഷേ പ്ലീസ് അത് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ ആ ബ്ലൗസ് എടുത്തിട്ട് എന്നിട്ട് മുടി നല്ല നാടൻ സ്റ്റൈൽ പിന്നിക്കെട്ട്. ദേ ആ പുട്ടു കൊടുക്ക ചില്ലു പോലുള്ള കമ്മല് ദൂരേക്ക് കളയ്. എന്നിട്ട് ദേ ഈ സാധനം ഇട്ടോ, നല്ല ചുവപ്പ് കരണ്ടി ജിമിക്കുക. പിന്നെയുണ്ട് പണികൾ. മോളെന്ന് നേരെ നിന്നേ. ഇടി പോത്തെ, നീ എന്നെ പെണ്ണ് കെട്ടാൻ കൊണ്ടുപോകുന്നല്ലോ. ഈ വെക്കേഷന് മൊത്തം എൻ്റെ വീട്ടിലും നാട്ടിലും അടിച്ചു പൊളിക്കണമെങ്കിലേ മോളെ ഉമേ നീ കുറെ കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ മുന്നേ പറഞ്ഞതല്ലേ ഞാൻ. അല്ലെങ്കിൽ ഏട്ടൻ എൻ്റെ ഇവിടെയുള്ള പഠിപ്പ് അവസാനിപ്പിക്കും. എൻ്റെ കൂട്ടം നിന്നെപ്പോലുള്ള പക്ക മോഡേൺ ടൈപ്പ് അറിയുമ്പോൾ പിന്നെ ഏട്ടന് പല സംശയങ്ങളും തോന്നും. നീ കള്ളാണോ കഞ്ചാവാണോ എന്നൊക്കെ. വെറുതെ എന്തിനാ ഞാൻ എനിക്കുള്ള പണി സ്വയം നേർന്ന് വാങ്ങുന്ന ഉമേ? എന്നാലും നിനക്കാരാ ഈ ഉമയെന്ന് പേരിട്ടത്? പേര്, രൂപവും സ്വഭാവവും തമ്മിൽ ഒരു സാമ്യമില്ല. അതെനിക്കും തോന്നാറുണ്ട്. പണ്ടെന്നെ മുത്തശ്ശിയുടെ പേരാ. അന്ന് ഡാഡിക്കും മമ്മിയും ഒക്കെ നാട്ടിലായിരുന്നല്ലോ. ശരി ശരി, എന്നാൽ നമുക്ക് തുടങ്ങാം. മാളു ഉമയെ വേഗം ഒരുക്കി നാട സുന്ദരിയാക്കി മാറ്റി. മുന്നിൽ കട്ട് ചെയ്തിരുന്ന ഉമ്മയുടെ മുടികൾ ഒതുക്കി സ്ലൈഡ് കുത്തി ഒതുക്കി. ഫാഷൻ കമ്മൽ മാറ്റി ജിമിക്കയിട്ടു. കൺമഷിയിട്ട് കണ്ണിൻ്റെ അഴക് കൂട്ടി. ഒരു പൊട്ടു കൂത്തി. ഒരു കയ്യിൽ വാച്ചും മറ്റേ കയ്യിൽ കല്ല് പിടിപ്പിച്ച ഒരു തടവളയും. വേഷം പട്ടുപാവാടയും ബ്ലൗസും. ഇനി പോകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മുല്ലപ്പൂ കൂടി വാങ്ങാം. വീടെത്തുമ്പോഴേക്കും അതൊക്കെ വാടിക്കാണും. എന്നാലും ഇരിക്കട്ടെ, മാളു പറഞ്ഞു. എത്ര മണിക്കാ ട്രെയിൻ? 10 മണിക്ക്. അപ്പോൾ നമുക്കിനി ഇറങ്ങാലോ. ശരി. റൂം പൂട്ടി ഹോസ്റ്റലിൽ നിന്ന് മാളും ഉമ്മയും വാടിനെ താക്കോലേൽപ്പിച്ചിറങ്ങി. എൻ്റെ പ്രിയേട്ടാ, നിങ്ങളതിന് മനുഷ്യ എപ്പോഴാണ് വരണേ? ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് വെച്ചാ. അനുവേച്ചി എന്താ ഫോൺ എടുക്കാഞ്ഞ് ഇത്ര നേരം? എടാ പൂസേ, നീ ആ ഫോൺ അമ്മയുടെ കുഞ്ഞിന് കൊടുത്തേ. ആ പറയേ. എടാ ഞാൻ വരാം, ഇപ്പം വരാം. ഒന്ന് ഉറങ്ങിപ്പോയി. ഫോൺ അനുവിനെ കൊടുത്ത് അടുക്കളയിൽ ചെന്ന് അമ്മയുടെ പുറകിൽ നിന്ന് ചീനിച്ചട്ടിയിലേക്ക് നോക്കി ചോദിച്ചു. അമ്മേ, കഴിഞ്ഞില്ലേ ഇത്? ദേ ഇപ്പം കഴിയും മോനെ. അല്ല, നീ പോയിട്ട് കുറേ നേരമായോ? ഇന്ന് മാള് വരും, അവളെ പോയി കൊണ്ടുവരില്ലേ? ആ, 6:30-ക്കല്ലേ ബസ്? കുന്നുമേലത്തുള്ള. അപ്പോഴേക്കും ഈ പ്രിയൻ അവിടെ ഹാജർ. അമ്മേ, അമ്മ പേടിക്കണ്ട, ഏട്ടൻ പറഞ്ഞതാ അല്ല ഏട്ടാ? മാളിൻ്റെ കൂടെ അവളെ കൂട്ടുകാരിയും കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴത്തെ ഓരോ പെൺപിള്ളേരുടെ ധൈര്യം. 2 മാസം പോയിട്ട് 2 മിനിറ്റ് അറിയാത്ത സ്ഥലത്ത് നിൽക്കാൻ പേടിയുള്ള പിള്ളേരുണ്ട്. അതിന് അവളുടെ അമ്മയ്ക്കും അച്ഛനും ധൈര്യമുണ്ടെങ്കിൽ പിന്നെന്താ കുഴപ്പം? ഇല്ലേനോ? ചായ ഊതി കുടിച്ചിട്ട് പ്രിയദർശൻ പറഞ്ഞു. ഒപ്പം കാത്തുനിന്ന സുഖിയനും പാത്രത്തിലെത്തിയപ്പോൾ ദർശന്റെ കണ്ണ് നിറഞ്ഞു. പ്രിയനെ സുഖിയനോളം സുഖിപ്പിച്ച വേറൊരു കടിയിൽ നിന്ന് പറയേണ്ടി വരും. ആ സമയം മനുവിന്റെ ഫോൺ മിന്നടിച്ചു. ദേ പിന്നെ ഫോൺ. ഷടാ ഇവന്മാര്. ഹലോ എൻ്റെ പൊന്നു പ്രിയ, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ ആകെ പ്രശ്നം. എന്താടാ? നീ വാ. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങാം, അവിടെ ആകെ സീന. അനുവേ, എന്നാ ഫോൺ പിടി. ആ കുഞ്ഞു കുഞ്ഞാലവലാതി എന്നെ കൊണ്ട് ഈ ചായ തീർത്ത് കുടിപ്പിക്കില്ല. സുഖീൻ ഉണ്ടാക്കിയിട്ട് വെച്ച പാത്രത്തിൽ നിന്നും ഒരു സുഖീനെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ഓടി ഇറങ്ങി പ്രിയൻ സൈക്കിളിന്റെ സ്റ്റാൻഡ് ചവിട്ടി. കടിച്ചു പിടിച്ച സുഖീനും കൊണ്ട് സൈക്കിളിൽ പാഞ്ഞു പോകുന്നത് പ്രിയന്റെ അമ്മ മധുമതി നോക്കി നിന്നു. എൻ്റെ പൊന്നു ചേട്ടാ, ആ ബോളി എങ്ങോട്ട് താ, ഞങ്ങൾ സോറി പറഞ്ഞില്ലേ. എടാ നീ ഇനി പോയി ഇരിക്കാൻ പോകണ്ട. അതിന് ഇയാളുടെ പെണ്ണും പിള്ളയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് ഇവരുടെ അടവാ. ഹലോ, തനിക്കിട്ടിപ്പോൾ കിട്ടും. അവരെന്തെങ്കിലും വന്നോട്ടെ. ആര്? പ്രിയദർശൻ. ആര്? സിനിമ സംവിധായകൻ പ്രിയനാണോ? എന്നാ വട്ടെ, വന്നിട്ട് പുള്ളിയോട് പറയണം ഈ എന്നെ വെച്ചൊരു സിനിമ പിടിക്കാൻ. ഒന്ന് പോടാ പിള്ളാരെ. അയാൾ ബോർഡും പിടിച്ച് സ്കൂട്ടറിൻ്റെ മേലിൽ കയറിയിരുന്നു. എടാ മനുഷ്യ, അതിങ്ങോട്ട് കൊടുത്തിട്ട് വാ. വെറുതെ പിള്ളേരുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. ദേ ആ ചേച്ചിക്ക് വിവരമുണ്ട്. കൂട്ടത്തിൽ ആര് വിളിച്ചു പറഞ്ഞു. അല്ലാതെ പ്രിയം വന്നല്ലോ. വരുന്ന വരവിൽ പ്രിയന്റെ സൈക്കിൾ ബ്രേക്ക് പെട്ടെന്ന് പോയി. പൊട്ടി വീണ പട്ടം പോലെ പ്രിയൻ കാറ്റത്തിൽ നിന്നും താട്ടു കുതിച്ചു. എടാ മാറിക്കോ, മാറിക്കോ. സൈക്കിളും പ്രിയനും തലകുത്തി മറിഞ്ഞു. പ്രിയ, വലതും പറ്റിയോ? ഏയ്
പ്രിയൻ കയ്യിലെ പൊടി തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് ചുറ്റും നോക്കി. പ്രിയേട്ടാ, സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? കൂട്ടത്തിൽ ഏറ്റവും ചെറുത് വന്ന് ചോദിച്ചു. ആടാ ദേ. പ്രിയം മണ്ണിന്റെ അരിയിലെ മടിക്കുത്തിൽ നിന്നും കയ്യിലെടുത്ത ഗോട്ടികൾ അവരെ കാണിച്ചു കൊടുത്തു. ശാന്തേട്ടന്റെ കടയിൽ ഗോട്ടില്ലെന്നാണല്ലോ പറഞ്ഞേ, എന്നിട്ട് പ്രിയേട്ടൻ ഇത് എവിടുന്ന് കിട്ടി? അതൊക്കെ ഉണ്ടടാ, നീ മാർക്കേ. അവിടെ എന്താ പ്രശ്നം? പ്രിയൻ പിള്ളേരെ വകഞ്ഞു മാറ്റി കുഞ്ഞുഞ്ഞിന്റെ അടുത്തേക്ക് നടന്നു. എന്റെ പ്രിയ, നിനക്കൊരു ഫോൺ വാങ്ങിക്കൂടെ? മനുഷ്യത് എത്ര നേരായി? ഫോണൊക്കെ ഇപ്പോഴല്ലേ കുഞ്ഞുഞ്ഞ വന്നേ? അതുകൊണ്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഇവിടെ എന്താ പ്രോബ്ലം? പ്രശ്നം കുഞ്ഞുഞ്ഞ് പ്രിയനോട് പറഞ്ഞു മനസ്സിലാക്കി. ഇങ്ങരുതേ, അപ്പുറത്തെ പറമ്പിനെതിരെയുള്ള വീട്ടിലെ പുതിയ വാടകക്കാര സ്കൂട്ടറിന് ഇതുവഴി പോയപ്പോൾ കഴിഞ്ഞ തവണയും ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി. ഇത് ചുമ്മാ ഈ ചേച്ചിയുടെ തലക്കിട്ട് കൊണ്ടെന്നും പറഞ്ഞ് ബോർഡ് വാങ്ങിച്ചു വെച്ചേക്കുക. അത് ശരി. പ്രിയൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. പ്രിയനെ കണ്ടിട്ടും കാണാത്ത പോലെ അയാൾ ദൂരെയുള്ള മലയിലേക്ക് നോക്കി അതിന്റെ ഭംഗിയും ആസ്വദിച്ച് നിൽക്കുന്നത് പോലെ കൈയും കെട്ടി ഒട്ടും കൂസാതെ വണ്ടിയിലിരുന്നു. എവിടെയാണ് ബോള്? അത് വേഗം ഇങ്ങോട്ട് തന്നെ, ചുമ്മാ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കലേ. പ്രിയൻ അയാളുടെ പുറത്ത് തട്ടി. തരാൻ സൗകര്യമില്ല, അയാൾ പരുഷമായി മറുപടി പറഞ്ഞു. പ്രിയൻ ആ ചേച്ചിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു. ചേച്ചി, സത്യം പറയേ, ചേച്ചിക്ക് ബോർഡ് കൊണ്ടിട്ടും വല്ല കുഴപ്പം പറ്റിയോ? പ്രിയൻ ചോദിച്ചപ്പോൾ ആ ചേച്ചിയാകെ മറുപടി പറയാൻ കഴിയാതെ നിന്ന് വിയർത്തു. ഇടയ്ക്ക് കണ്ണു മിഴിച്ച ഭർത്താവിനെ നോക്കി. പറയൂ ചേച്ചി. ഭയത്തോടെ അവർ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാലും പ്രിയനോട് സത്യം പറഞ്ഞു. കുഴപ്പമില്ല മോനെ, ആ ബോളങ്ങ് കൊടുക്കും മനുഷ്യ. എടി, നീ മിണ്ടാതിരുന്നോ, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അതെങ്ങനാ ചേട്ടാ? ആ ചേച്ചിക്ക് കുഴപ്പമില്ലെന്നില്ലെങ്കിൽ പിന്നെ ഈ ചേട്ടനെന്താ സൂക്കേട്? പ്രിയൻ അയാളുടെ വലത് കൈയിൽ കോർത്തു പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഒറ്റ തിരിക്കലായിരുന്നു. എടാ വീട്. ആ ഹൗ. പ്രിയൻ എന്നിട്ട് അയാളെ അടിവയർ നോക്കി ഒരൊറ്റ ഇടി കൊടുത്തിട്ട് അയാളെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. സ്കൂട്ടറിൽ നിന്നും വയറും പൊത്തി ഇറങ്ങി അയാൾ അരികിൽ തിരികിയിരുന്ന ബോർഡെടുത്ത് കുഞ്ഞുഞ്ഞിന്റെ നേർക്കെറിഞ്ഞു. അപ്പോ ചേട്ടന് കാര്യം മനസ്സിലായല്ലോ ഇപ്പോ? അയാൾ ചൂല് പോലെ വണ്ടിയും എടുത്തിട്ട് പോകുന്നതാണ് പിന്നെ എല്ലാരും കണ്ടത്. വാ പ്രിയേട്ടാ. ദേ പ്രിയ, പിള്ളേര് വിളിക്കുന്നു. കുഞ്ഞുഞ്ഞു പറഞ്ഞു. എന്റെ മക്കളെ, എനിക്ക് മാളുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകേണ്ടതാ. അധികം നേരം ഈ പ്രിയനെ നോക്കണ്ട കേട്ടോ. പ്രിയൻ പിള്ളേർക്കിടയിലേക്ക് കയറി ഗോട്ടിക്കായൽ എടുത്തുകൊണ്ട് പറഞ്ഞു. കളി നിന്ന് ഹരം പിടിച്ച് വരുമ്പോഴേക്കും പ്രിയേട്ടൻ സ്ഥലം വിടും അല്ലേ? എടാ, നിനക്ക് ബോൾ കിട്ടിയില്ലേ? എങ്കിൽ മിണ്ടാതെ പോയി കളിക്ക്. ഇത് ഞങ്ങള് ഗോഡിലിസം. ഇങ്ങേരിതിൽ തലയിടണ്ട, കുഞ്ഞുഞ്ഞിനോട് പ്രിയൻ പറഞ്ഞു. അല്പം നേരം കൊണ്ട് ആ വിശാലമായ പറമ്പിന്റെ ഒരു വശം ഗോലിയും മറ്റേ വശം ഗംഭീര ക്രിക്കറ്റും അരങ്ങേറി. എടാ, 6 മണി കഴിഞ്ഞു. ഞാൻ പോട്ടെ. ചിലപ്പോ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. ചെന്നില്ലെങ്കിൽ പിന്നെ മാളുവിന്റെ വലന്ന് എനിക്കായി നന്നത് കിട്ടും. മുണ്ട് മണക്കി കുത്തി പോകാൻ തയ്യാറാക്കിക്കൊണ്ട് പ്രിയൻ പറഞ്ഞു. എടാ, കളി കഴിഞ്ഞ് ഗോഡി സൂക്ഷിച്ചെടുത്ത് വെച്ചേക്ക്. പിള്ളേരോട് പറഞ്ഞിട്ട് സൈക്കിളിൽ പ്രിയദർശൻ വേഗം കുന്നുമേലേക്ക് പാഞ്ഞു. എടി ഉമേ, മതി ഉറങ്ങിയത്, ദേ സ്ഥലം എത്താൻ പോണു. മാള് വരികിൽ തോൾ ചാഞ്ഞുറങ്ങിയിരുന്ന ഉമയോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഉമ കണ്ണു തുറന്നു. ബസ്സിൽ കയറിയപ്പോഴുള്ള കാഴ്ചയില്ലപ്പോ വ്യത്യാസം വന്നു. നാട്ടിൻ പുറക്കാഴ്ചകൾ പാതി തുറന്ന ഷട്ടറിനിടയിലൂടെ മാള് നോക്കി. അടിപൊളി പ്ലേസ് ആണല്ലോ മാളു നിന്റെ. ഇതൊക്കെ എന്തുമേ, ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. വാ എണീറ്റോ, ദേ ഇപ്പൊ എത്തും. ബസ് വളവ് തിരിഞ്ഞ് കുന്നുമേലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ദേ ഇതാ സ്റ്റോപ്പുമേ, ബാഗെടുത്തു. ആദ്യം നടന്നത് മാളുവായിരുന്നു. ബസ് പതിയെ നിരങ്ങി നിന്നു. മാളുവിന്റെ കണ്ണുകൾ ഇറങ്ങാൻ മുൻപ് റോഡിന്റെ വെയിറ്റിംഗ് ഷെഡിലേക്ക് തേടി. അവിടെ പ്രിയനുണ്ടോ എന്ന് നോക്കിയപ്പോൾ പ്രിയൻ ബസ് കണ്ടയുടൻ ഷെഡിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് കയറി നിന്നിരുന്നു. ഉമേ, ഇറങ്ങിക്കോ, പിറകിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആദ്യം നടന്നതും ഇറങ്ങിയതും മാളുവായിരുന്നു. പ്രിയൻ മാളുവിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി നിലത്ത് വെച്ചു. മാളുവിന് പുറകെ ഇറങ്ങുന്നത് അവളുടെ കൂട്ടുകാരിയാണെന്ന് പ്രിയൻ ഊഹിച്ചു. പക്ക ഒരു നാടൻ പെൺകുട്ടിയാണല്ലോ മാളുവിന്റെ കൂട്ടുകാരിയെന്ന് നഖം കടിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന നേരത്ത് ഉമ്മ അവളുടെ പട്ടുപാവയുടെ അടിഭാഗം തട്ടിത്തടഞ്ഞ് നിലത്തേക്ക് വീഴാൻ പോയത്. പെട്ടെന്നായിരുന്നു പ്രിയൻ അത് കണ്ടിട്ട് വേഗം ഉമ്മയെ വട്ടം പിടിച്ച് ഉയർത്തിയത്. മാളുവും കരുതിയത് ഉമ്മ മുഖമടിച്ച് ബസ്സിൽ നിന്ന് വീണുവെന്നാണ്. നോക്കി ഇറങ്ങണ്ടേടൂ, പ്രിയൻ ഷൂഫീതനായി പറഞ്ഞു. മാളു, ആ ബാഗ് എടുക്ക്. വീഴാൻ പോയ നേരത്ത് ഉമ്മയുടെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീഴുന്നു. ഉമ്മയുടെ മുഖമാക്കി ചമ്മി നാറിയ അവസ്ഥയായി. ഒന്ന് നോക്കി ഇറങ്ങണ്ടേ ഉമ്മേ, ഇപ്പൊ വീണ് തവിട് പൊടിയായനെ. ഏട്ടൻ പിടിച്ചത് കൊണ്ട് ഭാഗ്യം, ഒന്നും പറ്റിയില്ല. എടി പ്രാതി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും ഇടണ്ടെന്ന്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് നേരെ തറയിലൂടെ തന്നെ ശരിക്കും നടക്കാൻ അറിയില്ല. പിന്നല്ലേ ഇത്രയും പോക്കമുള്ള സ്റ്റെപ്പിൽ നിന്നും വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊള്ളാം, രണ്ടുപേരും സ്വരം താഴ്ത്തി പറഞ്ഞു. പ്രിയൻ ആ സമയം ബസ് ഷെഡിലേക്ക് കയറി നിന്നു. മാളു, നീ ആ പ്രസാദേട്ടൻ്റെ നമ്പറിലൊന്ന് വിളിച്ചേ. പ്രിയൻ അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞു. ഓ, ഈ ഏട്ടൻ ഇനിയും ഫോൺ വാങ്ങിയില്ലേ? ഒരു ഫോൺ വാങ്ങിക്കൊണ്ട് നടന്നാൽ എന്നെ എന്ത് പറ്റാനാ? കഷ്ടമുണ്ട് പോന്നെ. മാള് തല ചൊറിഞ്ഞ് തന്റെ ഫോൺ ബാഗിൽ നിന്ന് തപ്പിയെടുത്തു കൊടുത്തു. നീ വിളിച്ചേ.
ഇനിയിപ്പോൾ ഞാൻ തന്നെ വിളിക്കണം? മാളു ചോദിച്ചു. ഇതിൽ പിടിച്ചൊന്ന് ഞെക്കിയാൽ പോരെ? നിന്നോട് ഞാൻ പ്രസാദേട്ടൻ്റെ തലയിൽ ചുവന്നുകൊണ്ട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ. മാളു വേഗം ഫോണിൽ പുള്ളിക്കാരൻ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തു. പ്രിയനത് വേഗം വാങ്ങി. എടി, നിന്റെ ഏട്ടന് ഇത്ര പിശുക്കാണോ? ഒരു ഫോൺ പോലും വാങ്ങാനുള്ള കാശില്ലേ? അതൊന്നും എൻ്റെ ഉമ്മേ, ഇത് ഐറ്റം വേറെയാ. ഏട്ടൻ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ടൈപ്പാ. ഇതുവരെയില്ല. പക്ഷെ പുള്ളി ഇന്ന് മാറ്റിയെടുക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ഒരു പ്ലാൻ. വീട്ടിൽ ചെന്നിട്ട് ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുണ്ട്. വാ മോളെ, നീ നടക്ക്. ഇന്നാ ഫോൺ. പ്രിയൻ ഫോൺ നൽകിക്കൊണ്ട് രണ്ടുപേരോടും കൂടി ചോദിച്ചു. എന്താ രണ്ടുപേരും ഒരു രഹസ്യം പറച്ചിൽ? ഏയ് ഒന്നുമില്ല ഏട്ടാ. നിന്റെ കൂട്ടുകാരിക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ ബസ്സിൽ നോക്കി ഇറങ്ങണ്ടേ? ബസ്സിലൊക്കെ വരുമ്പോൾ സിമ്പിളായി വലുതും ഇട്ടൂടായിരുന്നോ? അത് കേട്ടപ്പോൾ ചമ്മിയൊരു ചിരിയുടെ ഉമ പ്രിയനെ നോക്കി. ഒപ്പം പ്രിയൻ കാണാതെ മാളുവിനെ നോക്കി കണ്ണൊട്ടുകയും ചെയ്തു. എടി, നിന്റെ പദ്ധതി അല്ലായിരുന്നോ ഞാൻ ഈ പാവാടിൽ കയറിയത്? എന്നിട്ട് കാണാത്തവൾ നിൽക്കുന്നത് കണ്ടോ? മാളു ഉമയെ കാണാത്ത മട്ടിൽ നിന്നത് കണ്ടപ്പോൾ ഉമ മനസ്സിൽ വിചാരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം പ്രസാദേട്ടൻ്റെ ഓട്ടോ വന്നു. ഉമയും മാളുവും ഓട്ടോയിൽ കയറി. പിന്നാലെ പ്രിയൻ സൈക്കിളിൽ കുന്നുമേൽ നിന്നുമുള്ള ഇറക്കമിറങ്ങി. വീട്ടിൽ അമ്മയും അനുവും മാളുവിനെയും പ്രിയനെയും കാത്തിരിക്കുകയായിരുന്നു. ഓട്ടോ വരുന്ന കണ്ടപ്പോൾ അമ്മയും അനുവും വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നിന്നും. മാളു ഓട്ടോയിൽ നിന്നും ഇറങ്ങി പേഴ്സ് തുറന്നു. വേണ്ട മാളു, കാശ് ഞാൻ പ്രിയൻ്റെ നിന്ന് വാങ്ങിക്കൊള്ളാം. ഓട്ടോ ചാർജ് ഞാൻ കൊടുക്കാം മാളു, ഉമ ഏറ്റു പറഞ്ഞു. വേണ്ട ഉമേ, നീ വാ, ഞാൻ അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മാളു ഉമയും കൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്കെത്തി. അമ്മേ, ഇതാ ഞാൻ പറയാറുള്ള ഉമ. ഉമേ, ഇത് അമ്മ, പിന്നെ ചേച്ചിയാനും അനുപമ എന്ന മുഴുവൻ പേര്. ഇനി ഒരാൾ കൂടെ ഉണ്ട്, പേര് കാർത്തിക. കാർത്തു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിക്കാരി 10ാം ക്ലാസ്സാണ്. അവൾ എന്തി അമ്മേ? അവൾ ഇന്ന് രാവിലെ ട്യൂഷനില്ലായിരുന്നു. ഇന്നതുകൊണ്ട് വൈകുന്നേരമാക്കി. നേരം ഇരുട്ടായല്ലോ അമ്മേ. അവളെ പ്രിയം കൊണ്ടുവരും മാളു. നിങ്ങൾ കയറി വായോ. വാ, ഈ ചായ കുടിക്ക്. മോളിരിക്ക്. ആ ടീം മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, പിന്നെ ഒരു സിസ്റ്റർ. അവളും 10ാ ആണോ? ശരിയെന്നാ, ഇതൊക്കെ കുടിക്ക്. എന്നിട്ട് പിന്നെ ആകാം വിശേഷം പറച്ചിൽ. മാളു ഉമയും വേഗം അകത്തേക്ക് കയറി കൈയും മുഖവും കഴുകി മേശക്കരികിൽ വന്നിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കവേ പ്രിയൻ മുറ്റത്തുനിന്ന് വിളിച്ചു. ആ, എത്തിപ്പോയി. ഞാൻ ഈ സൈക്കിളിൻ്റെ കാര്യം പറയാൻ വിട്ടു. ഇതാണ് പുള്ളിക്കാരൻ്റെ ജാമ്പവാന്റെ കാലത്തുള്ള സൈക്കിൾ. ഈ നേരമാകും അവിടുന്ന് ചവിട്ടി ഇങ്ങോട്ട് എത്തുമ്പോൾ. മാള് കളിയാക്കി പുറത്തേക്ക് നോക്കിയിട്ട് മുറുക്ക് കഴിച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ ഇങ്ങനെ എന്നെ കളിയാക്കണ്ട. ഈ സൈക്കിളിൻ്റെ വില ഇപ്പോഴൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഏട്ടാ, ഈ പറയുന്നത് നമ്മുടെ മരിച്ചുപോയ അച്ഛനാണെങ്കിൽ ഓക്കെ. ഇതൊന്നില്ലെങ്കിൽ ഏട്ടനൊരു യൂത്തനല്ലേ? എന്താണെന്ന് വെച്ച്? എൻ്റെ പൊന്നെ, നാടോടുമ്പോൾ നടുവി ഓണമെന്നല്ലേ അമ്മേ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. എങ്കിൽ പൊന്നു മോളെ, ഈ പ്രിയൻ അങ്ങനെ ചില കാര്യങ്ങളിൽ നടുവി ഓടാൻ കിട്ടൂല. നീ ഒന്നും മിണ്ടാതിരുന്നേ മാളു. എടാ, കാർത്തൂനെ കൂട്ടിക്കൊണ്ട് വാട്ടോ. ആ, ദേ പോവാ. പ്രിയൻ പോയപ്പോൾ അമ്മ ഷാരുവിൻ്റെ ചെവിയിൽ നൊളി. വന്ന് കയറിയില്ല. അപ്പോഴേക്കും പെണ്ണിൻ്റെ വായിലെ നാക്ക് നോക്ക്. നീ പ്രിയനോട് ഒരുമാതിരി വർത്തമാനം പറയലേ, അത് നിന്റെ കൂട്ടുകാരി പെണ്ണിൻ്റെ മുന്നിൽ വെച്ച്. അവളിൽ നിന്ന് നമുക്ക് മറയ്ക്കാനൊന്നുമില്ലമ്മേ. മാളു അമ്മയുടെ കവിളത്തിൽ നുള്ളി മുറിയിലേക്ക് കയറി. മുറിയിലുമ മുല്ലപ്പൂ ഊരി മാറ്റാൻ കഷ്ടപ്പെടുകയാണ്. മാളു, ഇതൊന്നും മുറിച്ച് കളയ. ഓ, എന്തൊരു തലക്കനാ. ആ, ഇപ്പം റെഡിയാക്കി തരാം. ബാഗിൻ്റെ തുറന്ന സിബിൽ നോക്കി മാളു വീണ്ടും ഉമ്മയുടെ ഏതോ ഡ്രസ്സ് പൊക്കിക്കൊണ്ട് ചോദിച്ചു. എടി, ഇതാ നൈറ്റ് ഡ്രസ്സല്ലേ? എൻ്റെ പൊന്നെ, നീ ഇത് ഇവിടെ ഇട്ടോടെ നടക്കാൻ കൊണ്ടുവന്നാണോ? മാളു, ഇത് ഉറങ്ങുമ്പോൾ യൂസ് ചെയ്യുള്ളൂ. ആര് കാണാൻ? എന്നാലും നീ സ്ലീവ്ലെസ് ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വേണ്ടോമേ പ്ലീസ്. ഇതൊന്നും ഇവിടെ ഏട്ടന് കണ്ടാൽ ഇഷ്ടപ്പെടില്ല. എടി പൊട്ടി, ഉറങ്ങുമ്പോൾ എന്നെ വന്ന് ആര് കാണാൻ? ഉമ്മ മാളുവിനോട് ചോദിച്ചു. ഞാൻ നിന്നോട് തർക്കിക്കാനില്ല, നീ എന്തെങ്കിലും ചെയ്യൂ. മാളു മനസ്സോടെ മൂളി. ഉമ്മ ഒന്ന് ആലോചിച്ചു. ശരി, എന്നാൽ നീ പറയുന്ന പോലെ ആവട്ടെ. അല്ല, നിന്റെ ഏട്ടൻ എന്താ ജോലി? അതും ഈ നാട്ടിൽ തന്നെ ആകും അല്ലേ? അതെ, ഏട്ടൻ ഡിഗ്രി വരെ പഠിച്ചതാ, പിന്നെ പോയില്ല. കൃഷി ഏട്ടൻ്റെ ജോലി. അച്ഛനും നല്ലൊരു കൃഷിക്കാരനായിരുന്നല്ലോ. പാടത്ത് വെച്ച് പാമ്പ് കടിക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു. വീഴത്തിയില്ല, ആരും കണ്ടുമില്ല. വരമ്പിൽ വെച്ച് നുര വന്ന് വീണ് കിടക്കുന്ന അച്ഛനെ പിന്നെ ആരൊക്കെയോ കണ്ടു. ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അച്ഛൻ കുറേ മുന്നേ പോയിരുന്നു. ഇവിടത്തെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെയാ. വിസ്തൃതമായി കിടക്കുന്ന കണ്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാളു പറഞ്ഞു. എന്ത് കൃഷിയെ മാളു? അങ്ങനെ ഇന്നൊന്നുമില്ല, എല്ലാം ഏട്ടന് നന്നായി അറിയാം. ഈ കൃഷിക്ക് ഉപേക്ഷിച്ച് നിന്റെ ഏട്ടന് നല്ല ജോലിക്കൊക്കെ പോയിക്കൂടെ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ കൃഷി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് വളരെ കുറവല്ലേ? കൃഷിക്ക് എന്താ കുഴപ്പം? അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ഒരു ചോദ്യം കേട്ടു. മാളുവുമ്മയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. അയ്യോ ഏട്ടൻ, നീ പറഞ്ഞത് മുഴുവനും കേട്ടു. ഇപ്പോൾ വാലിരിക്കുന്നത് നീ തന്നെ കേട്ടു. ഞാൻ പോവാ. മാളു ഏട്ടൻ കേൾക്കാതെ പതുക്കെ പറഞ്ഞു. ഇയാളോടാ ചോദ്യം? അല്ല, എൻ്റെ ഈ കൂട്ടുകാരുടെ പേര് ഞാൻ മറന്നു. ഉമ. അവൾ തല താഴ്ത്തി മാളുവിനെ നോക്കി. എങ്കിൽ ഉമയ്ക്ക് കൃഷിയോടും കൃഷിപ്പണിക്കാരനോടും ഇത്രയും പുച്ഛം തോന്നാൻ എന്താ കാരണം? ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിന് ഞാൻ പുച്ഛത്തോടെ പറഞ്ഞില്ലല്ലോ മാളുവിൻ്റെ ഏട്ടാ.
പറഞ്ഞില്ല, പക്ഷേ തൻ്റെ വാക്കിൽ അധ്വാനിയുണ്ടല്ലോ. താൻ കഴിക്കുന്ന ചോറ് തുടങ്ങി ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും അവിടെ അധ്വാനമില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. മാളു, തൻ്റെ കൂട്ടുകാരിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രിയന്റെ പുറകെ കാർത്തു വന്നു. ആ കാർത്തു, ദേ ഇതാ ഞാൻ പറയാനുള്ള ഉമേച്ചി. മാളു വേഗം ഉമയെ കാർത്തുവിന് പരിചയപ്പെടുത്തി. ഹായ് ചേച്ചി. ഹായ് കാർത്തു. ഇവിടെ അടുത്താണോ പഠിക്കുന്നത്? ടൗണിൽ നിന്നും 1 കിലോമീറ്റർ പോകണം. അപ്പം ചേച്ചി നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. ഇപ്പം ഞാൻ മേല് കഴുകട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയൻ സൈക്കിളും എടുത്ത് പോകുന്നത് മാളു കണ്ടു. പ്രിയൻ പോയി കഴിഞ്ഞപ്പോൾ മാളു അസ്വസ്ഥതയുടെ തലയിൽ കൈയും കുത്തിയിരുന്നു. വന്ന് കയറിയില്ല. അതിനുള്ളിൽ ഏട്ടൻ്റെ മൂട് നമ്മൾ കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തു മാളു? ഏട്ടന് കൃഷി ആക്ഷേപിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇതിൻ്റെ പേരിൽ എനിക്കിട്ടും ചേച്ചിക്കിട്ടും കാർത്തുവിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലത് കിട്ടാറുള്ളതാ. പിന്നെ ഏട്ടൻ്റെ ശീലങ്ങളോടും സ്വഭാവത്തോടും നമ്മൾ പൊരുത്തപ്പെട്ടു. ഒരു നാടൻ ടൈപ്പ് ജീവിത ഏട്ടൻ്റേത്. നടപ്പിലും ഭാവത്തിലുമൊക്കെ ഒരു സാധാരണ പയ്യൻ. തനി തങ്ക എൻ്റെ ഏട്ടൻ. ഞാനേ വേറെ ജോലിക്ക് ട്രൈ ചെയ്തൂടെ എന്നല്ലേ പറഞ്ഞോളൂ മാളു. അതും ഒരു ആക്ഷേപം തന്നെയാ. ഇപ്പം ഞാനെന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യും. മാളു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി.